ഹെഡ്ജ് ഫണ്ട് ഓർ മ്യൂച്വൽ ഫണ്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. മ്യൂച്വൽ ഫണ്ട് ആർ ഫോർ പാസഞ്ചേഴ്സ്. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് മ്യൂച്വൽ ഫണ്ട് കൂടുതൽ സ്യൂട്ടബിൾ. ഡ്രൈവിംഗ് സീറ്റിൽ കയറുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ പോകേണ്ടത് ഹെഡ്ജ് ഫണ്ടിലേക്കാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. മ്യൂച്വൽ ഫണ്ട് ഡിപ്പെൻഡ് ഓൺ റൈസിംഗ് മാർക്കറ്റ്സ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനാവശ്യം അദ്ദേഹത്തിൻ്റെ ഫണ്ട് വളരുക എന്നുള്ളതാണ്. ഫണ്ട് വളരണമെന്നുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ഏത് ഇൻസ്ട്രുമെൻറ്റിനെ ബേസ് ചെയ്താണോ ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ അണ്ടർലൈങ് ഐറ്റം, ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ നിഫ്റ്റി മുകളിലേക്ക് പോയാൽ മാത്രമാണ് ആ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂവും താഴേക്ക് തന്നെ പോകും. മാർക്കറ്റ് റേഞ്ചിലാണ് പോകുന്നത് എങ്കിൽ മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ പോവുകയാണ് ചെയ്യുക. പക്ഷേ ഹെഡ്ജ് ഫണ്ടിൻ്റെ കേസിൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഷോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്, അങ്ങനെ ഒരു വ്യൂ ഉണ്ടെങ്കിൽ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഉള്ള അവസരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സമയവും മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആയിരിക്കാം. ആ റേഞ്ച് ബൗണ്ടിൽ ഉള്ള സമയത്തും ഷോർട്ട് സ്റ്റാഡിൽ പോലെയുള്ള അറ്റ് ദ മണി കവേർഡ് കാൾ പോലെയുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റബിലിറ്റിയിൽ എത്തുവാനുള്ള സാധ്യതയുള്ളത് ഹെഡ്ജ് ഫണ്ടിനാണ്. നോ ഡിഫൻസ് സ്ട്രാറ്റജി ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ടിൽ ഹെഡ്ജിങ് ചെയ്യാനുള്ള അവസരങ്ങളില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ യാതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു പ്രതീക്ഷ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിന് മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുക. ഹെഡ്ജ് ഫണ്ടിൽ നമുക്ക് കൺസേൺസ് ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഫണ്ട് ഹെഡ്ജ് ചെയ്യാം. പുട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് ലോങ് പൊസിഷൻസ് ഹെഡ്ജ് ചെയ്യാം. കോൾ ഓപ്ഷൻസ് ഉപയോഗിച്ച് ഷോർട്ട് പൊസിഷൻസ് ഹെഡ്ജ് ചെയ്യാം. ഈ ഒരു അവസരം നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ കിട്ടുകയില്ല. ലിവറേജിൻ്റെ സാന്നിധ്യം. ലിവറേജ് ഇല്ലാത്ത സിസ്റ്റംസാണ് മ്യൂച്വൽ ഫണ്ടുകൾ. അതുകൊണ്ട് തന്നെ അവിടെ പെർഫോമൻസ് വളരെ കുറവാണ്. ഗ്രോത്ത് ഉണ്ടെങ്കിൽ തന്നെ ആ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്താണ്. അത് നമ്മളുടെ റിട്ടേൺസിന് മെച്ചപ്പെട്ട ഒരു റിട്ടേൺസ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കും. പക്ഷേ ഹെഡ്ജ് ഫണ്ടിൽ ലിവറേജിൻ്റെ ഒരു യൂസ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ആയാലും ഓപ്ഷൻസ് ആയാലും ലിവറേജ്ഡ് പ്രോഡക്ട്സ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹെഡ്ജ് ചെയ്തുകൊണ്ട് തന്നെ പല പൊസിഷൻസിൽ ഏർപ്പെടുന്നതുകൊണ്ട് ക്യാപിറ്റലിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൽ ബൾക്കായിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ബൾക്കായിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജേഴ്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ അവർക്ക് കഴിയുകയില്ല. കാരണം അവരുടെ ഫണ്ടിൻ്റെ സൈസ് തന്നെ വളരെ വലുതാണ്. അതോടൊപ്പം ഉണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ്റെ വിഷയങ്ങളുണ്ട്. ഡിലേഡ് ഡിസിഷൻസ് ആണ് അവിടെ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കമ്പയർ ടു ഹെഡ്ജ് ഫണ്ട് കുറവായിരിക്കാം. ഹെഡ്ജ് ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന് ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിലെ അവസരങ്ങൾ കിട്ടാതെ വരും. ഹെഡ്ജ് ഫണ്ട്സിലെ പക്ഷേ അങ്ങനെയല്ല. മാർക്കറ്റ് ലെവൽ മാറുന്നതനുസരിച്ച് പുതിയ പൊസിഷൻസിൽ എൻ്റർ ചെയ്യാനും നിലവിലുള്ള ക്ലോസ് ചെയ്യാനുള്ള അവസരം ഹെഡ്ജ് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പേഴ്സണലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ലഭ്യമാണ്. യു പേ ഫീസ് ഫോർ പാസിവിറ്റി. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഫണ്ട് മാനേജ്മെൻറ്റ് ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മളുടെ ഫണ്ട് മുകളിലേക്ക് പോയാലും ഫണ്ട് എങ്ങും എത്തിയില്ലെങ്കിലും ഫണ്ട് താഴേക്കാണ് പോയത് എങ്കിൽ പോലും നമ്മൾ ഈ ഫീസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ പൊതുവേ ഹെഡ്ജ് ഫണ്ട് സ്വയം നമുക്ക് പഠിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ പഠിച്ച ആരെങ്കിലും നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ പോലും അവർ പ്രോഫിറ്റിൻ്റെ ഒരു % മാത്രമാണ് അവിടെ ഫീസായിട്ട് വരിക. അതായത് പ്രോഫിറ്റ് ഇല്ല എങ്കിൽ അവിടെ ഫീസ് കൊടുക്കേണ്ട സാഹചര്യം തന്നെ ഇല്ല. വൊളാറ്റിലിറ്റി ഡിസ്ട്രോയ്സ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിൽ വൊളാറ്റിലിറ്റി വരുമ്പോൾ മാർക്കറ്റിൻ്റെ വളരെ കൂടിയ വേഗതയിലുള്ള ഉയർച്ച താഴ്ചകൾ, ആ സമയത്ത് ഒന്ന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട്. പെർഫോമൻസ് ഇല്ലാത്ത സാഹചര്യം. ഹെഡ്ജ് ഫണ്ടിൽ വൊളാറ്റിലിറ്റി കൂടുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും പ്രീമിയത്തിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയാണ് വൊളാറ്റിലിറ്റി കൂടി എന്നുള്ള കാര്യം തന്നെ നമ്മൾ അറിയുക. അപ്പോൾ ആ കൂടിയ പ്രീമിയത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന രീതിയിൽ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജികൾ
ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഹെഡ്ജ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് കഴിയുന്നുണ്ട്. സോ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിന് ഒരു ദോഷമാണെങ്കിലും ഹെഡ്ജ് ഫണ്ടിന് വൊളാറ്റിലിറ്റിയാണ് നല്ലത്. വൊളാറ്റിലിറ്റിയുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് ആണ് നല്ലത്. നോ പേഴ്സണലൈസേഷൻ ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. നമ്മൾ ഒരു പൂളിനകത്ത് ഇറങ്ങുകയാണ്, അവിടെയാണ് എല്ലാ ആൾക്കാരും ഉള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ അസൈൻ ചെയ്തെടുക്കാനൊന്നുള്ള ഒരു അവസരമില്ല. ആ മ്യൂച്വൽ ഫണ്ട് എന്ത് തീരുമാനം എടുക്കുന്നു അതിൻ്റെ ദോഷവശങ്ങൾ ഗുണവശങ്ങൾ നമുക്ക് കിട്ടുന്നു, അത്രമാത്രം. നമ്മൾ ജസ്റ്റ് ഒരാൾ മാത്രമാണ്, ഒരുപാട് ആൾക്കാരുടെ ഇടയിലുള്ള ഒരാൾ മാത്രമാണ്. പക്ഷേ ഹെഡ്ജ് ഫണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാർക്കറ്റിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ എക്സ്പോഷർ കുറയ്ക്കാനും കൂട്ടാനും പുതിയ പൊസിഷൻസ് എടുക്കാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഉള്ളത്. ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, ഫണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. സോ മ്യൂച്വൽ ഫണ്ടുകൾ മാർക്കറ്റിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക. ഹെഡ്ജ് ഫണ്ട് മാർക്കറ്റിനെ ഫോളോ ചെയ്യണമെന്നില്ല. അവർക്ക് ഒരുപക്ഷെ കൗണ്ടർ പൊസിഷൻസ് എടുക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്തായാലും മാർക്കറ്റിനേക്കാൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊണ്ടുവരാൻ ഹെഡ്ജ് ഫണ്ട് ചെയ്യുന്ന ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ടു സമ്മറൈസ്, ബി ദ ഡ്രൈവർ നോട്ട് ദ പാസഞ്ചർ. നമുക്ക് ഒരു വണ്ടി ശരിക്ക് ഡ്രൈവറേക്കാൾ ഭംഗിയായിട്ട് ഓടിക്കാൻ കഴിയുമെങ്കിൽ ഡ്രൈവറായിട്ട് പോകുന്നതാണ് കൂടുതൽ സേഫ്, അല്ലെങ്കിൽ ഡ്രൈവറുടെ റോൾ അസ്യൂം ചെയ്യുന്നതാണ് സേഫ്. So I support hedge fund. Thank you for watching.